ഭാരത് ലൈവിലേക്ക് സ്വാഗതം. വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി ചുമതല ഏറ്റെടുത്ത് സതീശനെ ആ കസേരയിൽ ഇരുത്തിയ ശേഷം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയൊക്കെ തിരികെ പോയി. പക്ഷേ പ്രചരണ സമയത്ത് രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, നമുക്കൊരു ദളിത് മുഖ്യമന്ത്രി വേണം, അല്ലെങ്കിൽ ഒരു വനിതാ മുഖ്യമന്ത്രി വേണം. അപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞതൊക്കെ പ്രസ്താവനകൾ മാത്രമേ ഒതുങ്ങി. വി ഡി സതീശൻ മന്ത്രിസഭയിൽ ആകെയുള്ളത് 2 വനിതാ മന്ത്രിമാർ മാത്രം, പിന്നെ ഒരു ഡെപ്യൂട്ടി സ്പീക്കറും. എന്തുകൊണ്ടാണ് പ്രശാന്ത്ജി രാഹുൽ ഗാന്ധിയുടെ ഇത്തരമൊരു പ്രസ്താവന? അത് ലക്ഷ്യം കാണാതെ പോയതാണോ, അതോ ഇവിടുത്തെ സമവാക്യങ്ങൾക്കിടയിൽ തകർന്നു പോയതാണോ? അല്ല, ഈ രാഹുൽ ഇങ്ങനെ നിരന്തരം ഇത്തരം തമാശകളൊക്കെ പറയും. അതിൽ കവിഞ്ഞ് വലിയ പ്രാധാന്യമൊന്നും അതിന് കൊടുക്കേണ്ടതില്ല. പക്ഷേ എൻ്റെ ഒരു ചോദ്യം, അങ്ങ് വനിതാ മുഖ്യമന്ത്രിയുടെ കാര്യം പറഞ്ഞു, അതവിടെ നിൽക്കട്ടെ. പിന്നെ കോൺഗ്രസ്സിന് അങ്ങനെ വനിതാ മുഖ്യമന്ത്രിയെ സൃഷ്ടിക്കാനുള്ള താല്പര്യമോ കഴിവോ ഒന്നും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അത് രണ്ടാമതൊരു വിഷയം. പക്ഷേ അതിനേക്കാളേറെ എന്നെ ചിന്തിപ്പിക്കുന്ന, അല്ലെങ്കിൽ എനിക്ക് താല്പര്യമുള്ളൊരു കാര്യം, ഈ രാഹുൽ പറഞ്ഞത് നമ്മുടെ ഈ റിസർവേഷൻ, അതായത് പട്ടികജാതി പട്ടികവർഗക്കാർക്കുള്ള സംവരണം, അത് എന്തുകൊണ്ട് സ്വകാര്യ മേഖലയിൽ നടപ്പാക്കുന്നില്ല? അതായത് റിലയൻസ്, അതുപോലെ തന്നെ അദാനി, അതുപോലെ ടാറ്റ, അങ്ങനെയുള്ള വൻകിട കമ്പനികളിൽ, വലിയ മൾട്ടിനാഷണൽ കമ്പനികളിൽ, അതുപോലെ ഇവിടുത്തെ വലിയ വലിയ ആശുപത്രികൾ, അപ്പോളോ പോലെയുള്ള ആശുപത്രികൾ, ഇവിടെയൊക്കെ എന്തുകൊണ്ട് ഈ ദളിത് സംവരണം നടപ്പാക്കുന്നില്ല? രാഹുൽ ഇത് പച്ചയ്ക്ക് പറഞ്ഞതാണ് പാർലമെൻറ്റിനകത്തും പുറത്തും. ഒന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ പറഞ്ഞ രാഹുൽ സത്യത്തിൽ കേരളത്തിൽ അധികാരം കിട്ടിയപ്പോൾ കോൺഗ്രസ്സിന് നല്ല മെജോറിറ്റി ഉണ്ട്. കോൺഗ്രസ് വിചാരിച്ചാൽ ഒറ്റയ്ക്ക് വേണമെങ്കിലും ഭരിക്കാം. 63 MLA-മാരുണ്ട്. പിന്നെ 3 കക്ഷികൾ, ഇവരുടെ നമ്മുടെ ഷിബു ബേബി ജോണിൻ്റെ പാർട്ടി RSP അവരുണ്ട്. പിന്നെ ഒറ്റയ്ക്ക് നിൽക്കുന്ന മാണി സി കാപ്പനുണ്ട്, CP ജോണുണ്ട്, അങ്ങനെ പലരും ഉണ്ട്. പിന്നെ കേരള കോൺഗ്രസ്സിനെ കൂടെ പിടിക്കാം, അവർ 7 പേരുണ്ട്. അപ്പോൾ ഭൂരിപക്ഷമായി. ലീഗ് പിന്തുണച്ചാലും ഇല്ലെങ്കിലും കോൺഗ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ നിൽക്കാമല്ലോ. അപ്പോൾ അത്രയും MLA-മാർ കൈവശമുള്ള കോൺഗ്രസ് എന്തുകൊണ്ട് കേരളത്തിൽ ഒരു ദളിത് മുഖ്യമന്ത്രിയെ ഇരുത്തിയില്ല? ഒരു ദളിത് വിഭാഗത്തിൽ നിന്ന് ഒരാളെ മുഖ്യമന്ത്രിയാക്കിയില്ല എന്നൊരു ചോദ്യം ഇവിടെ ഉണ്ട്. അപ്പോൾ കഴിവ് ഉള്ള ആൾക്കാർ, അനുഭവ സമ്പത്തുള്ള ആൾക്കാർ ആ വിഭാഗത്തിൽ നിന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് സമ്മതിക്കാൻ, അംഗീകരിക്കാൻ കഴിയില്ല, ബുദ്ധിമുട്ടുണ്ട്. കാരണം കൊടിക്കുന്നിൽ സുരേഷ് ഉണ്ട്. കൊടിക്കുന്നിൽ സുരേഷ് കഴിഞ്ഞ എത്രയോ വർഷമായിട്ട് പാർലമെൻറ്റേറിയനാണ്. അദ്ദേഹത്തിന് ആ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങൾ അറിയാം. ഇനി വേറെയും ആൾക്കാരുണ്ട്, ഞാൻ എല്ലാവരുടെയും ഒന്നും പേരുകൾ പറയുന്നില്ല. നമ്മുടെ പേരുകളല്ലല്ലോ വിഷയം. വിഷയം ഇതാണ്, എന്തുകൊണ്ട് രാഹുലും പ്രിയങ്കയും ഒരു ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ഒരാളെ കേരള സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാക്കി മാതൃക കാണിച്ചില്ല? അങ്ങനെ മാതൃക കാണിച്ചിരുന്നെങ്കിൽ രാഹുലിന്, കോൺഗ്രസ്സിന് ശക്തിയുക്തം ആവശ്യപ്പെടാം, സ്വകാര്യ മേഖലയിലും സംവരണം ഏർപ്പെടുത്തണം എന്ന്. അല്ലേ? രാഹുൽ ഗാന്ധി ഒന്നും പറഞ്ഞിട്ട് പോയി. ഇത് ഇതെന്താണെന്നറിയാമോ? രാഹുൽ ഗാന്ധിക്ക് ആരെങ്കിലും എവിടുന്നെങ്കിലും, രാഹുൽ ഗാന്ധിക്ക് PR ഏജൻസികളുണ്ട്, ഈ ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്ന അഡ്വൈസേഴ്സ് ഉണ്ട്. അവരാരെങ്കിലും എന്തെങ്കിലും ഈ റിസർവേഷനെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്, കേട്ട വാദി കേൾക്കാത്ത വാദി ചങ്ങാതി എടുത്തു വെച്ചങ്ങ് അലക്കും. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു കുഴപ്പം. അദ്ദേഹം പറഞ്ഞു വരുമ്പോൾ സംഭവം തിരിഞ്ഞു പോകും. അദ്ദേഹം പറയേണ്ടിയിരുന്നത്, ഒന്ന് ആലോചിച്ച് നോക്കൂ, കേന്ദ്രത്തിൽ രാഷ്ട്രപതിയായിട്ടിരിക്കുന്നത് ആരാ? ഒരു പട്ടികവർഗ വനിതയാണ്, അല്ലേ? അതിന് മുമ്പിരുന്ന ആളാരാ? പട്ടികജാതി പുരുഷനാണ്, അല്ലേ? രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആരാ? OBC ആണ്. അപ്പോൾ ഈ ഏറ്റവും കൂടുതൽ ദളിത് വിഭാഗത്തിൽ നിന്ന് MP-മാരുള്ളത് BJP-ക്കാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ദളിത് MLA-മാരുള്ളത് BJP-ക്കാണ്. നമ്മുടെ രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളിലും എടുത്ത് നോക്കിയാൽ. ഇപ്പോൾ കേരളത്തിൽ അവർക്ക് 3 പിന്നെ MLA-മാരെ കിട്ടിയുള്ളൂ. പക്ഷേ കേരളത്തിന് പുറത്തങ്ങനെയല്ല, ഉത്തരേന്ത്യയിൽ പ്രത്യേകിച്ചും. ഈ വലിയ ബീഹാറിലൊക്കെ നമുക്കറിയാം, ഈ ജാതി സംഘടനകൾ വളരെ രൂക്ഷമായിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് ബീഹാർ. ആ ബീഹാറിൽ പോലും BJP-ക്ക്
ദളിത് MLA-മാരുണ്ട്. BJP-ക്ക് മാത്രമല്ല, BJP-യുടെ ഘടകകക്ഷികൾക്കുണ്ട്. അപ്പോൾ രാഹുൽ വാസ്തവത്തിൽ ഈ BJP-യെ വെട്ടാൻ ഒരു കാർഡ് എടുത്ത് നോക്കിയതാണ്. അത് തുടക്കത്തിൽ തന്നെ ചീറ്റിപ്പോയി. കാരണം സ്വകാര്യ മേഖലയിൽ സംവരണം, ഈ സ്വകാര്യ കമ്പനികളെല്ലാം അവർ മെറിറ്റ് മാത്രം നോക്കി, ക്വാളിറ്റി മാത്രം നോക്കിയാണ് എടുക്കുന്നത്. ഒരാളിൻ്റെ ജാതി മതം ഒന്നുമല്ല, അയാൾ ഇൻപുട്ട് എത്ര കൊടുക്കാൻ കഴിയും, അതിൽ നിന്ന് ഔട്ട്പുട്ട് എത്ര കിട്ടും. അയാളെ കൊണ്ട് കമ്പനിക്ക് എന്ത് ലാഭം, ഇയാൾക്ക് ലക്ഷക്കണക്കിന് രൂപ ശമ്പളം കൊടുത്ത് ഇയാളെ ഇവിടെ അപ്പോയിൻ്റ് ചെയ്താൽ ആ ആളിൽ നിന്ന് കിട്ടുന്ന ലാഭം എത്ര, ഇത് മാത്രമാണ് ഈ കുത്തക മുതലാളിമാർ നോക്കുന്നത്. അവരതല്ലാതെ വേറെ യാതൊരു കാര്യങ്ങൾ ആ ആളിൻ്റെ മറ്റ് വ്യക്തിപരമായ ചില കാര്യങ്ങളൊക്കെ കുറച്ച് പരിശോധിച്ചിരിക്കും. കാരണം ഇപ്പോൾ കേസൊന്നും ഉണ്ടാകാൻ പാടില്ല, അല്ലേ, പോലീസിൻ്റെ NOC വേണം എന്നൊക്കെ അവർ, അത് നമ്മുടെ ഒരു റൊട്ടീൻ മാനദണ്ഡങ്ങളാണ്. അതിനപ്പുറത്തേക്ക് അവർ കാര്യങ്ങളൊന്നും അന്വേഷിക്കില്ല. അപ്പോൾ ഈ വരുന്ന ആൾ നിങ്ങൾ ദളിതനാണോ, ഉയർന്ന ജാതിക്കാരനാണോ, മുസ്ലിമാണോ, ക്രിസ്ത്യാനിയാണോ, ഹിന്ദുവാണോ, സിഖാണോ, പാഴ്സിയാണോ, ഇതൊന്നും ഒരു വിഷയമേ അല്ല അവർക്ക്. അവർക്ക് മാക്സിമം എന്താ പറയുക, പണിയെടുക്കുക, മാക്സിമം ലാഭം ഉണ്ടാക്കി കൊടുക്കുക. ഇത് നോക്കിയിട്ടാണോ രാഹുൽ ഗാന്ധി കർണാടകയിലെ സിദ്ധരാമയ്യ അടക്കം തിരഞ്ഞെടുത്തത്? അല്ലല്ലോ, കർണാടകയിൽ അവിടെ ഈ രാഹുൽ ഗാന്ധി സ്ട്രാറ്റജി നടന്നില്ല. അല്ല, അവിടെ സിദ്ധരാമയ്യ പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള ആളാണ്. പക്ഷെ അദ്ദേഹം ഉയർന്നു വന്നത് സംവരണത്തിന്റെ അടിസ്ഥാനത്തിലല്ല. അദ്ദേഹം വളരെ പണ്ട് തൊട്ടേ രാഷ്ട്രീയത്തിൽ വിവിധ നേരത്തെ ജനതാദളിലായിരുന്നു. അദ്ദേഹം അതിലൊക്കെ പയറ്റി വളരെ കൃത്യമായിട്ട് കോൺഗ്രസ്സിലെത്തി. കോൺഗ്രസ് രാഷ്ട്രീയത്തിനെ തൻ്റെ രാഷ്ട്രീയമാക്കി മാറ്റാൻ അദ്ദേഹത്തിന് സാധിച്ചു. അതുകൊണ്ടാണല്ലോ അവിടെ കോൺഗ്രസ്സുകാരനായ DK ശിവകുമാർ ഉപമുഖ്യമന്ത്രിയും അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ രാഹുൽ ഗാന്ധിയുടെ ഒരു സുവർണ അവസരം സത്യത്തിൽ പാഴായി. കേരളത്തിൽ ഒരു ദളിത് വിഭാഗത്തിൽ നിന്ന് ഒരാളെ മുഖ്യമന്ത്രിയാക്കി രാഹുലിന് മാതൃക കാണിക്കാമായിരുന്നു. അത് കാണിച്ചില്ല. അതുപോലെ തന്നെ വനിതാ മുഖ്യമന്ത്രിയുടെ കാര്യവും. അതിലെന്താണ് സംഭവിച്ചത് അങ്ങേക്ക് അറിയാമല്ലോ. വനിതാ മുഖ്യമന്ത്രിക്ക് രാഹുൽ ഗാന്ധി വന്ന് പ്രഖ്യാപിച്ചു പോയെങ്കിലും രാഹുൽ ഗാന്ധിയുടെ മനസ്സിൽ അങ്ങനെ, രാഹുൽ ഗാന്ധി കണ്ടല്ലോ സ്ഥാനാർത്ഥികൾ, ഒരു മുഖ്യമന്ത്രിയാകാൻ പറ്റിയൊരു കാൻഡിഡേറ്റ് ഒന്നും കേരളത്തിൽ ഇല്ലെന്ന് രാഹുൽ ഗാന്ധിക്ക് മനസ്സിലായിരുന്നു. പക്ഷേ രാഹുൽ ഗാന്ധിക്ക് വ്യക്തമായി അറിയാമായിരുന്നു ഇവിടെ ഒരു തർക്കമുണ്ടാകുന്നു, മുഖ്യമന്ത്രി പദത്തെ ചൊല്ലി തർക്കമുണ്ടാകും. തീർച്ചയായിട്ടും, അതെ, വളരെ ശരി. അപ്പോൾ രാഹുൽ ഗാന്ധി വളരെ വ്യക്തമായിട്ടൊരു ചെക്ക് വെച്ചിട്ട് പോയതാണ്. അതായത് പ്രിയങ്ക ഗാന്ധി അവിടെ ഉണ്ട്. ഇനി അഥവാ നിങ്ങൾ കൂടുതൽ കളിച്ചാൽ ഹൈക്കമാൻഡ് പറയും, ചാടിയാൽ മുട്ടോളം, പിന്നെയും ചാടിയാൽ ചട്ടിയിൽ എന്ന് പറയുന്നത് പോലെ വളരെ ശരിയാണ്. ഹൈക്കമാൻഡ് പറയും ഒരു സമവായത്തിന്റെ പേരിൽ തൽക്കാലം മുഖ്യമന്ത്രിയാകട്ടെ, 6 മാസത്തിന് എവിടെന്നെങ്കിലും ജയിച്ചാൽ മതിയല്ലോ. അതിപ്പോ കോൺഗ്രസിന് നല്ല ഉറപ്പുള്ള മണ്ഡലത്തിൽ നിന്ന് സുഖമായിട്ട്, അതും പ്രിയങ്കയാണ് മത്സരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും വോട്ട് കിട്ടും, ജയിക്കും. അല്ലെങ്കിൽ തന്നെ ലീഗ് പ്രിയങ്ക ജയിപ്പിക്കാൻ തുനിഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ സത്യത്തിൽ രാഹുൽ ഗാന്ധി ഈ രമേശ് ചെന്നിത്തലയ്ക്കും VD സതീശനും ഒക്കെ ഒരു ചെക്ക് വെച്ചതാണ്. അല്ല, ഈ പറയുന്നതിനകത്തൊന്നും ഒരു ആത്മാർത്ഥതയും ഇല്ല എന്നതിൽ നിന്ന് വ്യക്തമാണ്. ഇതുപോലെ തന്നെയാണ് ഈ ദളിത് സംവരണത്തിന്റെ കാര്യത്തിൽ. ഇത് ആരോ എന്തോ പറഞ്ഞു, BJP അടിക്കാൻ അത് ഉപയോഗിക്കാം. കാരണം സ്വകാര്യ മേഖലയിൽ കൂടെ സംവരണം കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരിൽ ഒരു പ്രക്ഷോഭം നടക്കും. കുറേ ഈ ഭീം ആർമി കുറെ ചാടിയിറങ്ങും, കുറെ സോഷ്യൽ മീഡിയയ്ക്ക് സ്വകാര്യ മേഖലയിലെ മുതലാളിമാർ ഒന്ന് ഇളകും, അവരൊന്ന് വിറയ്ക്കും, അവരൊന്ന് ഭയക്കും. അപ്പോൾ മോദിയെയും ഒന്ന് വിറപ്പിക്കും, രാഹുലിൽ നിന്ന് ഭയക്കും. കാരണം മോദിയുടെ ഏറ്റവും അടുത്ത ആൾക്കാരാണല്ലോ ഇപ്പോൾ ഇവരെല്ലാം, അങ്ങനെയാണല്ലോ രാഹുൽ ഗാന്ധി പറയുന്നത്. അപ്പോൾ അതനുസരിച്ച് മോദിയെ, BJP ഗവൺമെന്റിനെ, സ്വകാര്യ കുത്തകകളെ ഒക്കെ ഒന്ന് മുൾമുനയിൽ നിർത്താം. അത് അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതിനകത്തൊന്നും യാതൊരു ആത്മാർത്ഥത. രാഹുൽ ഇന്നലെ പറഞ്ഞാലും കഴമ്പില്ല, ഇന്ന് പറയുന്ന കഴമ്പില്ല, നാളെ പറയാൻ പോകുന്നതിലും കഴമ്പില്ല. അപ്പോൾ ഇത് വെറുതെ ഇത്തരത്തിലുള്ള വെടികൾ പൊട്ടിക്കുക. ഈ പറഞ്ഞതുപോലെ കേരളത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് തന്നെ ഈ വിഷയത്തിൽ, അതായത് തെരഞ്ഞെടുപ്പിന് മുമ്പ് MP-മാർ മത്സരിക്കുമോ ഇല്ലയോ എന്നൊരു തർക്കം വന്നല്ലോ. അപ്പോൾ MP-മാർ മത്സരിക്കണം എന്ന് ഒരു വിഭാഗം, ഇപ്പോൾ ഉദാഹരണത്തിന് അടൂർ പ്രകാശിനെ പോലെയുള്ള, ഷാഫി പറമ്പിനെ പോലെയുള്ള, KC വേണുഗോപാലിനെ പോലെയുള്ള MP-മാർ മത്സരിക്കണം എന്നൊരു വാദം കോൺഗ്രസിനുള്ളിലുണ്ടായി. അത് വേണ്ട എന്ന് മറുവിഭാഗവും, ബൈ ഇലക്ഷൻ ഒഴിവാക്കാനാണ് അവരത് പറഞ്ഞത്. പക്ഷെ അന്ന് ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ ഈ ഹൈക്കമാൻഡ്
ഈ കാര്യത്തിലൊരു നിലപാട് എടുക്കണ്ടേ ചേട്ടാ, ഹൈക്കമാൻഡിൻ്റെ നിലപാടനുസരിച്ചല്ലേ. അപ്പോൾ അദ്ദേഹം പറയണം, ആ ഏത് ഹൈക്കമാൻഡ്, കേരളത്തിലെ കാര്യം ഏത് ഹൈക്കമാൻഡ് തീരുമാനിക്കാൻ, അതൊക്കെ ഇവിടെ തന്നെ തീരുമാനിക്കും, ഇവിടെയാണ് അത് ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നത്. ഹൈക്കമാൻഡ് അത് അവസാനം അവിടെ ചെല്ലും, കെ സി വേണുഗോപാൽ രാഹുൽ ഗാന്ധിയോട് പറയും, രാഹുൽ ഗാന്ധി അത് അങ്ങോട്ട് തിരിച്ചു പറയും. അതല്ലാതെ ഈ കാര്യത്തിലൊക്കെ ഹൈക്കമാൻഡിനൊന്നും ഇവിടെ യാതൊരു പ്രസക്തിയും ഈ കാര്യത്തിലില്ല. കാരണം ഇവിടെ തീരുമാനിക്കും, അതെല്ലാം കേരളത്തിൽ തീരുമാനിക്കപ്പെടും. കേരളത്തിൽ പിന്നെ എന്തിനാ അദ്ദേഹം ചോദിച്ചത് ശരിയാണ്, എന്നോട് ചോദിച്ചു, പിന്നെ എന്തിനാ KPCC, പിന്നെ എന്തിനാ കോൺഗ്രസിന്റെ ഇത്രയും നേതാക്കൾ ഇവിടെ? നമ്മുടെ ഈ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ചർച്ചയിൽ KPCC കേന്ദ്രമാക്കിയുള്ള ഒരു ചർച്ചയും നടന്നില്ല, അല്ല, വാർത്തകളിൽ വന്നതുമില്ല. കാരണം KPCC കേന്ദ്രമാക്കി ചർച്ച നടന്നില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. KPCC കേന്ദ്രമാക്കിയൊക്കെ ചർച്ച നടന്നിട്ടായിരിക്കണം അങ്ങോട്ട് പോയത്. അപ്പോൾ ഇവിടെ ഒരു പക്ഷേ പ്രോപ്പറായിട്ട് തീരുമാനമെടുക്കാൻ ചിലപ്പോൾ കഴിഞ്ഞില്ലെന്ന് വരും. പക്ഷെ മുഖ്യമന്ത്രിയുടെയൊക്കെ കാര്യത്തിൽ തീർച്ചയായിട്ടും ഹൈക്കമാൻഡും AICCയും തന്നെയാണ് തീരുമാനിക്കുന്നത്. കന്റോൺമെന്റ് ഹൗസ് ആയിരുന്നു എൻ്റെ അധികാര കേന്ദ്രം. അതെ. പ്രതിപക്ഷ നേതാവ് അത് ടീം UDF വസതി. അത് ശരിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് പറഞ്ഞത്, നോക്കൂ, ഇവിടെ ശക്തമായ ഒരു പ്രതിപക്ഷത്തെ കൊണ്ടുവന്ന് ഈ ഇലക്ഷനിൽ ഈ ഗവൺമെൻറ്റിനെതിരെ നിലനിർത്തുകയും ആ ഭരണവിരുദ്ധ വികാരത്തെ പരമാവധി ചൂഷണം ചെയ്യുകയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അന്ന് വോട്ടെടുപ്പ് നടന്നിട്ടില്ല. അപ്പോൾ അദ്ദേഹം പക്ഷെ അന്നും അതേ ഒരു കംഫർട്ടബിൾ മെജോറിറ്റി തന്നെ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചു. അതായത് കോൺഗ്രസ് നല്ല രീതിയിൽ കയറി വരും, BJPക്ക് 2-3 സീറ്റ് കിട്ടും എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. BJP എഴുതിത്തള്ളാൻ പറ്റില്ല, കാരണം ചില സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് ജയിക്കാൻ പറ്റാത്ത ചില സ്ഥലങ്ങളിൽ BJP ജയിക്കും എന്ന് വെച്ചാൽ അതിൻ്റെ അടിയിൽ ഒരു അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ നേമത്ത് കോൺഗ്രസ് ജയിക്കില്ല, ഉറപ്പാണ്, പക്ഷെ അവിടെ ഇടതുപക്ഷം ജയിക്കരുത് എന്ന് കോൺഗ്രസ് തീരുമാനിച്ചാൽ അങ്ങനെ തീരുമാനിച്ചു എന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ ജയിച്ചതും ശ്വാസം വീണത്. ഈ 29,000 വോട്ടിലേക്ക് കോൺഗ്രസ് ചുരുങ്ങിയത്. 36,000 ചില്ലുവാന വോട്ട് പിടിച്ച കെ മുരളീധരൻ ഇവിടെ ശബരിനാഥ് വന്നപ്പോൾ 29,000 ചില്ലുവാന വോട്ടേ പിടിച്ചുള്ളൂ. അപ്പോൾ ആ വോട്ട് എങ്ങോട്ട് പോയി? അത് BJPക്ക് കിട്ടി, കുറച്ച് LDFനും കിട്ടിക്കാണും, പക്ഷെ ഭൂരിപക്ഷം അത് BJPക്ക് കിട്ടി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവിടെ രാജീവ് ചന്ദ്രശേഖർ ജയിച്ചത്. നേരെ മറിച്ച് കഴക്കൂട്ടത്ത് വരുമ്പോൾ അങ്ങനെയല്ല, നെക്ക് ടു നെക്ക് ഫൈറ്റാണ് അവിടെ. കോൺഗ്രസിൻ്റെ ഒരു വോട്ടും കോൺഗ്രസ്സിന് നഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് പതിവിന് വിപരീതമായിട്ട് വാഹിദൊക്കെ പിടിച്ചതിന് 2016 പിടിച്ചതിനേക്കാൾ കൂടുതൽ വോട്ട് ശരത്ചന്ദ്ര പ്രസാദ് പിടിച്ചിരിക്കുന്നത്. SIR നടന്ന് നമ്മൾ ആലോചിക്കണം, കരട് വോട്ടർ പട്ടികയിൽ ഏതാണ്ട് 50,000-നടുത്ത് വോട്ട് നീക്കം ചെയ്യപ്പെട്ട ഒരു മണ്ഡലമാണ് കഴക്കൂട്ടം. ഒരുപക്ഷേ തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരിൽ കുറവ് വന്നത് അവിടെ ആയിരിക്കും. ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ ഇതൊക്കെ ഈ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ് ഇവിടെ കുറേ മാധ്യമങ്ങളും പിന്നെ കുറച്ച് കോൺഗ്രസ്സുകാരും കിടന്ന് നിലവിളിക്കുന്നതേ ഉള്ളൂ. സത്യത്തിൽ ഈ കോൺഗ്രസിൻ്റെ കേരളത്തിലെ തലമുതിർന്ന നേതാക്കൾ തന്നെ ചർച്ച ചെയ്ത് കാര്യങ്ങൾ ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ കാര്യത്തിലും AK ആൻ്റണിയും VM സുധീരനും ഒക്കെ ഇടപെട്ടില്ലേ, മുല്ലപ്പള്ളിയൊക്കെ ഇടപെട്ടില്ലേ? അതിൽ കവിഞ്ഞ് അവരുടെ ഉപദേശം അനുസരിച്ച് രാഹുൽ ഗാന്ധി ഒരു പ്രഖ്യാപനം നടത്തി, അല്ലെങ്കിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഒരു പ്രഖ്യാപനം നടത്തി. അതല്ലാതെ കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളൊന്നും അതിനകത്ത് നടന്നില്ലല്ലോ. ഇപ്പം മുസ്ലിം ലീഗ് സമ്മർദ്ദം ചെലുത്തി, ഭീഷണി മുഴക്കി എന്നൊക്കെ പറയുമ്പോഴും ഇത് ആരുടെ കടവത്താണ് തോണി അടുത്തത്? അത് ഹൈക്കമാൻഡിൻ്റെ കടവത്താണോ അതോ കേരളത്തിലെ നേതാക്കളുടെ കടവത്താണോ? തീർച്ചയായിട്ടും കേരളത്തിനകത്തെ നേതാക്കൾ പിടിച്ച നിലപാട് തന്നെയാണ്, ആ നിലപാട് തന്നെയാണ് വിജയിച്ചത്. അപ്പോൾ ഈ രാഹുൽ ഇങ്ങനെ പല പൊട്ടത്തരങ്ങളും പറയും, അതിന് വലിയ പ്രാധാന്യമൊന്നും ആരും കൊടുക്കുന്നില്ല. അവിടെ നോർത്തിൽ തന്നെ ഉത്തരേന്ത്യയിലൊന്ന് ആലോചിച്ച് നോക്കൂ, രാഹുൽ ബ്രിഗേഡ് ആസാമിൽ പോയി മത്സരിച്ചു അല്ലേ? ഗൗരവ് ഗൊഗോയ് എന്തായി? എവിടെ എത്തി? ഗൊഗോയുടെ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. ഗൊഗോയ് തന്നെ തോറ്റുപോയി. അടുത്ത ബ്രിഗേഡ് വരുന്ന പഞ്ചാബിലാണ്. പഞ്ചാബിൻ്റെ കഥ നമുക്കിപ്പോൾ അറിയാം. അവിടെ പിന്നെ 2 ബ്രിഗേഡുണ്ട്, രാഹുൽ ബ്രിഗേഡും ഉണ്ട്, കെജ്രു ബ്രിഗേഡും ഉണ്ട്. ആരാദ്യം പൊട്ടുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. പക്ഷെ അവിടെ കോൺഗ്രസ്സിന് അത്യാവശ്യം പിന്നെ വേരോട്ടമുള്ള ഒരു മണ്ണാണ് പഞ്ചാബ്. ഞാൻ കോൺഗ്രസ്സിനെ അവിടെ എഴുതി തള്ളുകയല്ല, പക്ഷേ പറഞ്ഞതുപോലെ രാഹുലും കൂട്ടരും ഹൈക്കമാൻഡ് മണ്ടത്തരങ്ങൾ കാണിച്ച് സ്വയം പരാജയം ഏറ്റുവാങ്ങാതിരുന്നാൽ മതി. അവിടെ കെജ്രിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും, കാരണം അത് ഏതാണ്ട് പിളർന്ന് പൊട്ടിപ്പൊളിഞ്ഞ് നാശമായി നിൽക്കുകയാണ്.
രാഘവ് ചദ്ദ കൂടെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കുറേ നേതാക്കൾ BJP-യിലേക്ക് പോയതോടുകൂടി അക്കാര്യത്തിലൊരു തീരുമാനമായി. അതുകൊണ്ട് അവിടെ എൻ്റെ ഒരു ഊഹം അനുസരിച്ച് കോൺഗ്രസും BJP-യും നേരിട്ട് ഏറ്റുമുട്ടാനാണ് സാധ്യത. ഈ കെജ്രിവാൾ കുറച്ച് വോട്ട് പിടിച്ച് ചിലപ്പോൾ കോൺഗ്രസിനെ തോൽപ്പിക്കും, അല്ലെങ്കിൽ BJP-യെ തോൽപ്പിക്കും. രണ്ടിൽ അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ രാഹുലിൻ്റെ ഗീർവാണങ്ങൾ, രാഹുലിൻ്റെ സ്വപ്നങ്ങൾ, അത് വെറും മലപ്പൊടിക്കാരൻ്റെ സ്വപ്നമായിരുന്നു എന്നുള്ളത് തെളിഞ്ഞില്ലേ? പറഞ്ഞതുപോലെ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇവിടെ നടന്നിട്ടില്ല, നടക്കുകയുമില്ല. ഇവിടെ വളരെ കൃത്യമായിട്ട് KPCCയുടെ ഒരു സംവിധാനമുണ്ട്, ഒരു കോക്കസ് ഉണ്ട്. ഇനിയുള്ള അങ്ങോട്ടുള്ള 5 വർഷം സർക്കാർ 5 വർഷം ഉണ്ടെങ്കിൽ 5 വർഷത്തെ കാര്യങ്ങളും ഇവിടെ തന്നെ ആയിരിക്കും കാര്യങ്ങളൊക്കെ. ഇവിടുത്തെ ഈ തർക്കങ്ങളും കാര്യങ്ങളും സ്റ്റേറ്റ് ഭരണമാണല്ലോ, പാർട്ടിപരമായ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ ഹൈക്കമാൻഡ് മുമ്പിൽ പോകേണ്ടതുള്ളൂ. സംസ്ഥാന ഭരണമൊക്കെ അതിപ്പോ പോകേണ്ടത്, അതിനകത്ത് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ പോകേണ്ടത് മോഡിയുടെ അടുത്താണ്, അല്ലാതെ രാഹുലിന്റെ അടുത്തല്ല. അതിപ്പോ അവര് തീർച്ചയായിട്ടും VD സതീശൻ എന്തൊക്കെ പറഞ്ഞാലും ഒരു നയം അതിനകത്ത് കാണിക്കും. അല്ലാതെ പറയാമല്ലോ. അല്ല, അത് മാത്രമല്ലെന്നേ, വലിയ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. 5 ലക്ഷം കോടി രൂപയ്ക്ക് പുറത്ത് കടം. കിഫ്ബി എന്ന് പറയുന്ന വെള്ളാന ഈ ഗവൺമെൻറ്റിനെ തിന്ന് മുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഖജനാവ് ഇങ്ങനെ ഒരറ്റത്തുനിന്ന് തിന്ന് തീർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഈ കുടിശ്ശിക, ഈ അടിസ്ഥാന സൗകര്യ വികസന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഒക്കെ ഇതിൽ കരാറുകാർക്ക് കൊടുക്കാനുള്ള കുടിശ്ശിക വളരെ വലുതാണ്. അതുപോലെ തന്നെ ദൈനംദിന ചെലവുകൾ, പെൻഷൻ, ശമ്പളം, പുതിയ അപ്പോയിൻമെൻറ്റുകൾ. നോക്കൂ, നിയമനം നിരോധിച്ചിരിക്കുകയാണ്. അപ്രഖ്യാപിത നിയമന നിരോധനം നിലനിൽക്കുകയാണ് കേരളത്തിൽ. അപ്പോൾ അവിടെ ഈ പിൻവാതിൽ വഴി പാർട്ടിക്കാരെ താൽക്കാലികമായിട്ട് നിയമിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരു സംവിധാനമാണ്. അതൊക്കെ ഇനി എങ്ങനെ മുന്നോട്ട് പോകും? അതിനകത്തൊക്കെ ഇവരെന്ത് നിലപാട് പുതിയ സർക്കാർ സ്വീകരിക്കും? ഇതൊക്കെ ഈ പറഞ്ഞതുപോലെ ഇവിടെയൊക്കെ ഈ സംവരണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ പാലിക്കണ്ടേ? ഈ നിയമനത്തിലുമൊക്കെ പാലിക്കണ്ടേ? ഈ രാഹുൽ ഗാന്ധി ഇരുന്ന് പറഞ്ഞതുപോലെ അല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വിഷയത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രവുമായിട്ട് ഒരു നല്ല ബന്ധത്തിൽ പോയില്ലെങ്കിൽ പണി കിട്ടും, വലിയ പണി കിട്ടും. മോദിയാണെങ്കിൽ കൃത്യമായിട്ട് കർക്കശമായ നിലപാടെടുക്കും. ഇനി ആത്മഹത്യ എന്ന് പറഞ്ഞാലും അവിടുന്ന് കേന്ദ്ര സർക്കാർ അനങ്ങില്ല. നിങ്ങൾ തരാനുള്ള കണക്കെല്ലാം എന്താ? ഈ കേന്ദ്രം തന്ന പണം നിങ്ങൾ എങ്ങനെയൊക്കെ ചെലവഴിച്ചു എന്നുള്ള കൃത്യമായ കണക്ക് താ. ആ കണക്ക് തരാതെ നമുക്ക് അനുഭവം ഉണ്ടല്ലോ, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തും നമ്മൾ കണ്ടതാണല്ലോ. കണക്ക് കൊടുക്കാത്തതുകൊണ്ട് ആരോഗ്യ വകുപ്പിനും വിദ്യാഭ്യാസ വകുപ്പിനും ഒക്കെ ഉണ്ടായ നഷ്ടം. മറ്റേ PM ശ്രീയും ആയുഷ്മാൻ ആരോഗ്യ മന്ത്രിയും ഒക്കെ അത് വേറെ. അത് വേറെ. ഇത് അല്ലാതെ കൃത്യമായിട്ടൊരു ഫണ്ട് അലോക്കേറ്റ് ചെയ്ത് ഇപ്പോൾ 1000 കോടി രൂപ കൊടുക്കും എന്ന് പറഞ്ഞാൽ കേരളത്തിന് കിട്ടാൻ അർഹതയുണ്ടെങ്കിൽ അതിലാദ്യം 400 കോടി കൊടുത്തു. ആ 400 കോടി ചെലവഴിച്ചതിൻ്റെ കണക്ക് കൃത്യമായിട്ട് കൊടുത്താലേ അടുത്ത 400 കോടി വരുള്ളൂ. ആ കണക്ക് കൃത്യമല്ല, ആ കണക്ക് കൊടുക്കുന്നില്ല. കാരണം ഇവിടെ വകമാറ്റി ചെലവഴിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ. ഈ പ്രശ്നങ്ങളെ സതീശൻ ഗവൺമെൻറ് എങ്ങനെ അഡ്രസ്സ് ചെയ്യും? VD സതീശൻ ഇക്കാര്യത്തിൽ എന്തൊക്കെ നിലപാടെടുക്കും? അല്ലാതെ രാഹുൽ ഗാന്ധിയുടെ സംവരണവും രാഹുൽ ഗാന്ധിയുടെ വനിതാ മുഖ്യമന്ത്രിയും ഒക്കെ വെച്ചുകൊണ്ടിരുന്നാൽ ഇതൊന്നും ഇവിടെ കാര്യങ്ങളൊന്നും നടക്കില്ല, വലിയ അപകടങ്ങളിലേക്കായിരിക്കും പോകുന്നത്. അതുകൊണ്ട് നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. എന്തായാലും രാഹുലിൻ്റെ സ്വപ്നം മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമായിട്ട് അവശേഷിക്കും.